പാകിസ്ഥാനെ നിന്റെയൊക്കെ അണ്ണാക്കിലോട്ടല്ലടാ അടിച്ചു തന്നേക്കുന്നത്. ഏഷ്യ കപ്പ് ഇന്ത്യ പൊക്കിയടാ. 141 റണ്ണിനല്ലടാ നിന്നെയൊക്കെ ഒതുക്കി. ആദ്യത്തെ കളി തന്നെ ബാറ്റിങ്ങിന് കയറിയിട്ട് നീയൊക്കെ മടമടാന്ന് അടിച്ചപ്പം ഓർത്തോ അങ്ങ് 200 വരെയൊക്കെ പോകുന്നു. പിടിച്ചിടാൻ ഞങ്ങളുടെ ബോളർമാർക്ക് അറിയാടാ. പിന്നതേ കണ്ടോ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ട് കണ്ടോ. ആദ്യം നിങ്ങൾ വിക്കറ്റ് എടുത്തപ്പോ കുറച്ചങ്ങോട്ട് കുന്തളിച്ചല്ലോ. ആ മേടൊക്കെ അങ്ങോട്ട് മാറി കിട്ടിയില്ലടാ. കപ്പ് ഞങ്ങൾ അങ്ങോട്ട് അടിച്ചടാ. നല്ല കിടലൻ ഇന്നിങ്സ് ആടാ മറ്റേ തിലക് വർമ്മ കളിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ സഞ്ജു കളിച്ചിട്ടുണ്ട്. ആ കൂടത്തിൽ തന്നെയാണ് ശിവൻ ഡൂബെ കളിച്ചത്. എല്ലാം ഒത്തിണങ്ങി വന്ന ഒരു ഇതായിരുന്നു. ആദ്യം 2-3 വിക്കറ്റ് വീണപ്പോ നിങ്ങളൊന്ന് ചെറഞ്ഞു വന്നായിരുന്നല്ലോ. എല്ലാം കൂടെ ചേർത്ത് കിട്ടിയല്ലോ. ആസാദ് എന്താ റൌഫ് അല്ലേ, അവനും കിട്ടിയിട്ടുണ്ടല്ലോ. അവൻ മറ്റേ വിമാനം ഇങ്ങനെ പറത്തി കാണിച്ചായിരുന്നല്ലോ. അതൊക്കെ വെട്ടി താഴെ ഇട്ടിട്ടുണ്ടാ. ഇതൊക്കെ ഞങ്ങളങ്ങ് കുറെ നാളായിട്ട് ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നതായിരുന്നു. എല്ലാം കൂടെ തീർത്തങ്ങ് വന്നിട്ടുണ്ട്. ഒരൊറ്റ കളി പോലും നിങ്ങൾ ജയിച്ചില്ലല്ലോടാ. നിങ്ങളൊന്നും ഒരു ഇരയല്ലടാ. പാകിസ്ഥാനാന്നും പറഞ്ഞങ്ങ് ഇറങ്ങിയേക്കുന്നു ഇന്ത്യനെ അങ്ങോട്ട് തോപ്പിക്കാൻ വേണ്ടി. മലത്താന്നും പറഞ്ഞ് വന്നാലേ തിരിച്ച് മലത്തി അടിക്കാൻ നമുക്കറിയാടാ. അങ്ങനെ വല്ല ഒന്നാം തരം ഒരു മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ മാച്ച്. ഏഷ്യ കപ്പ് തൂക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഒന്നും പറയാനില്ല. ഗൗതം ഗംഭീറിന്റെ അണ്ടറിൽ തന്നെ സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിൽ നല്ല കിണ്ണം കാച്ചി ഒരു മത്സരം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഒരു ശകലം പ്രഷറൊക്കെ വന്നെങ്കിലും അവസാനം തിലക് വർമ്മ അടിച്ച് പറത്തി കളഞ്ഞു. സഞ്ജു ആണെങ്കിലും കിട്ടിയ അവസരത്തിൽ കിട്ടിയതൊക്കെ അടിച്ച ഷോട്ടൊക്കെ നല്ലതായിരുന്നു. പക്ഷെ 2 മിസ് ഹിറ്റ്. ഒരെണ്ണം ഒരു ക്യാച്ച് വിട്ടു, രണ്ടാമത്തേന് വീണു, രണ്ടാമത്തേന് ക്യാച്ചും കൊടുത്തു. കുറച്ച് നേരം കൂടെ പിടിച്ചു നിൽക്കായിരുന്നു സഞ്ജുവിന്. അങ്ങനെയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഈ സീരീസ് നന്നായിട്ട് കളിച്ചിട്ടുണ്ട് സഞ്ജു. എല്ലാം കൊണ്ടും അടിപൊളി ഒരു മാച്ച് കണ്ടതിന്റെ ഒരു ത്രില്ലിലാണ് ഇരിക്കുന്നത്. പാകിസ്ഥാൻകാർ ഇപ്പോ അടുത്ത റോക്കറ്റൊക്കെ ഒന്ന് പറത്തി നോക്കും. വല്ല കടലിലോ വല്ലയിടത്തൊക്കെ താഴെ വീഴും. ഇന്ത്യ കപ്പ് തൂക്കിയടാ, തൂക്കി.